മഴ തോരും മുൻപേയുടെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വൈജ കൊടുത്ത ഇൻഫർമേഷൻസ് പ്രകാരം പോലീസുകാരെല്ലാവരും വൈജയന്തിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ബാലചന്ദ്രൻ്റെ അനുവാദത്തോടുകൂടി വീടെല്ലാം റെയ്ഡ് ചെയ്യുമ്പോൾ വീട്ടിലെ ഒരു റൂമിൽ നിന്നും അതിലുണ്ടായിരുന്ന ഒരു ബാഗിൽ നിന്നും കുറച്ച് ലഹരി ഉപയോഗ വസ്തുക്കളൊക്കെ കിട്ടുന്നതിൻ്റെ പ്രകാരം ആ ബാഗ് ആരതാണെന്ന ചോദ്യത്തിന് മറുപടിയായി ശരണ്യ പറയുന്നുണ്ട്, അത് എൻ്റെ ബാഗാണെന്ന്. അതോടുകൂടി പോലീസുകാരെല്ലാവരും ശരണ്യയുടെ നേർക്ക് തിരിയുകയാണ്. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നും ഇതൊക്കെ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിച്ചതെന്നുമെല്ലാം ഉള്ള ചോദ്യം കേട്ട് ബാലചന്ദ്രൻ അതിലിടപെടുന്നുണ്ട്. ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ നിന്ന് കിട്ടിയ ഈ ബാഗ് അത് അവളുടേതാണെന്ന് അവൾ പറഞ്ഞു, പക്ഷേ അതിലിരിക്കുന്ന നിങ്ങൾ ഈ കാണിച്ച സാധനങ്ങളൊക്കെ അവളുടേതാണെന്ന് അവൾ പറഞ്ഞോ? മിസ്റ്റർ ബാലചന്ദ്രൻ, നിങ്ങൾക്ക് ഇത്രയ്ക്ക് ബുദ്ധിയില്ലാതെ ആയിപ്പോയോ? നിങ്ങൾക്ക് ഇത്രയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളല്ലേ? ആരെങ്കിലും ഈ കിടക്കുന്ന സാധനങ്ങളൊക്കെ തൻ്റേതാണെന്ന് ഏതെങ്കിലും പോലീസുകാരോട് സമ്മതിച്ചതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബാലചന്ദ്രൻ പോലീസുകാരോടായി ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം ആരുടേതാണെന്ന് ഞാൻ തെളിയിച്ചു തന്നാൽ നിങ്ങൾ അവരെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമോ എന്ന്. ഞങ്ങൾക്ക് വേണ്ടതും ഇതിവിടെ എത്തിച്ചവരെ തന്നെയാണ് ബാലചന്ദ്രൻ, അല്ലാതെ മറ്റാരെയുമല്ല. പോലീസിൻ്റെ സമ്മതം കിട്ടിയതോടുകൂടി ബാലചന്ദ്രൻ വൈജയുടെ മുറിയിലേക്ക് നോക്കുന്നുണ്ട്. വൈജയുടെ മുറിയുടെ വാതിൽ ഇതുവരെയും തുറന്നു കണ്ടില്ല. ബാലചന്ദ്രൻ ആ മുറി ലക്ഷ്യമാക്കി നടന്നു. ബാലചന്ദ്രൻ ചെന്ന് ആ മുറിയുടെ വാതിലിലായി ഒന്ന് തട്ടി. 2-3 തട്ടിന് ശേഷം വൈജ വന്ന് വാതിൽ തുറന്നു. ബാലചന്ദ്രനെ കണ്ടതും ആ മുഖത്ത് ഒരു തുള്ളി വെള്ളമില്ലാത്തതുപോലെ അല്ലെങ്കിൽ രക്തമില്ലാത്തതുപോലെ വിളറി വെളുത്തു. വൈജ എന്തെന്ന ഭാവത്തിൽ ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. ബാലചന്ദ്രൻ വളരെ സൗമ്യമായി തന്നെ വൈജയോട് ചോദിച്ചു, ഒന്ന് അവിടെ വരെ വരാമോ എന്ന്. വൈജ എന്തെന്ന കാര്യം തിരക്കി. ബാലചന്ദ്രൻ പറഞ്ഞു, എൻ്റെ കൂടെ ഒന്ന് അവിടെ വരെ വരൂ, എനിക്ക് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വൈജ സമ്മതം എന്ന രീതിയിൽ തലയാട്ടി. വൈജ പോലീസുകാരുടെ അടുത്തേക്ക് നടന്നു. എന്തിനാണ് ഈ പോലീസുകാരെല്ലാവരും വന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലായോ വൈജയന്തിക്ക് എന്ന് ബാലചന്ദ്രൻ്റെ ചോദ്യത്തിന് വൈജയന്തി ഇല്ലെന്ന് തലയാട്ടി. ബാലചന്ദ്രൻ വൈജയോടായി ചോദിച്ചു, ഇത്രയൊക്കെ സംസാരവും ബഹളവും ഈ ഹാളിൽ നിന്നും നിൻ്റെ മുറിയിലേക്ക് കേട്ടിട്ടും നീ എന്തുകൊണ്ടാണ് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്ന് നോക്കാൻ പോലും പുറത്തേക്ക് വരാതിരുന്നത്? വൈജ അതിന് മറുപടിയായി പറഞ്ഞു, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു, ഞാനിവിടെ നടന്ന ബഹളം ഒന്നും കേട്ടില്ല. ഓ, പോലീസ് ജീപ്പ് വന്ന ശബ്ദവും നീ കേട്ടില്ലായിരിക്കും. ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഞാനൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഇത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾ വന്ന് വാതിൽക്കൽ മുട്ടിയപ്പോൾ മാത്രമാണ് ഞാൻ ഉണർന്നത്. ശരി, സമ്മതിച്ചിരിക്കുന്നു. കൂടുതലൊന്നും ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരു കാര്യം കൂടിയും ചോദിക്കാനുണ്ട്. ഇന്ന് രാവിലെ ഇവിടെ വന്നത് ആരായിരുന്നു? വൈജയ്ക്ക് പെട്ടെന്ന് എന്തൊക്കെയോ ടെൻഷൻ തോന്നുകയാണ്. വൈജ ഉടനെ തന്നെ ബാലചന്ദ്രനോടായി പറഞ്ഞു, അത് നിങ്ങൾക്കറിയില്ലേ, ഞങ്ങളുടെ ഓഫീസിലെ ക്ലർക്കായിരുന്നു. അദ്ദേഹമാണോ നിനക്ക് ആ ബാഗുമായി വന്നത്? ഏത് ബാഗ്? ഏത് ബാഗാണെന്ന് ഇനി ഞാൻ പറഞ്ഞു തരണോ വൈജേ? അല്ല, നിങ്ങൾ തന്നെയാണല്ലോ ഇതെല്ലാം പറയുന്നത്, അപ്പോൾ അതിനൊരു ക്ലാരിറ്റി വരേണ്ടതും നിങ്ങൾ തന്നെയാണ്. എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ ഏത് ബാഗിൻ്റെ കാര്യമാണ് പറയുന്നതെന്ന്. പോലീസുകാർ ശരണ്യയുടെ ബാഗിൽ നിന്നും എടുത്ത ആ ലഹരി പദാർത്ഥങ്ങളെല്ലാം ആ ടേബിളിൽ തന്നെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു പാക്കറ്റ് എടുത്ത് വൈജയ്ക്ക് നേരെ കാണിച്ചുകൊണ്ട് ചോദിച്ചു, വൈജേ, നിനക്കിത് എവിടെ നിന്നാണെന്നും അറിയില്ല? ഇല്ലെന്നാണ് പറഞ്ഞത്. ഇതെന്താ ഇങ്ങനെ? ഞാനിതൊക്കെ യൂസ് ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്താ ഇങ്ങനെയൊക്കെ? ബാലചന്ദ്രൻ്റെയും വൈജയുടെയും സംസാരത്തിനിടയിലേക്ക് SI കടന്നു കയറി. SI ചോദിച്ചു, ഞങ്ങളിവിടെ കേസ് അന്വേഷിക്കാനാണ് വന്നത്, തെളിവെടുപ്പിനാണ് വന്നത്. അതൊക്കെ എന്തായാലും തെളിഞ്ഞു കഴിഞ്ഞു. ഇനിയും ഞങ്ങളുടെ മുമ്പിൽ കടന്നുകൊണ്ട് നിങ്ങൾ നാടകം കളിക്കുകയാണോ മിസ്റ്റർ? അല്ല സർ, നിങ്ങളാണ് എന്നോട് പറഞ്ഞത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് ആരാണെന്നും അതിന് തെളിവും കാണിച്ചാൽ
അവരെ ആയിരിക്കും ഇവിടെ നിന്ന് കൊണ്ടുപോകുക എന്ന്. അതിനു വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് സമയം നിങ്ങൾ തന്നേ പറ്റൂ. ബാലചന്ദ്രൻ പോലീസ് ഉദ്യോഗസ്ഥനോടായി ചോദിച്ചു. നിങ്ങൾ എന്നോട് സത്യം പറയണം സർ. നിങ്ങൾക്ക് ഇങ്ങനെയൊരു അന്വേഷണത്തിനായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയൊരു സാധനം ഈ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ആരാണ് തന്നത്? പോലീസുകാർ പതിയെ വൈജയെ നോക്കുകയായിരുന്നു. ബാലചന്ദ്രന് വൈജയെ അദ്ദേഹം നോക്കുമെന്നും ഉറപ്പായിരുന്നു. ഇത് SIയും കൂടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കളി നടക്കുന്നതെന്ന് ബാലചന്ദ്രന് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈ വീടിനോടും ഇവിടുത്തെ പ്രവൃത്തികളോടുമൊക്കെ വല്ലാത്തൊരു വിദ്വേഷമുണ്ട്, പ്രത്യേകിച്ച് അലീനയോടും. അപ്പോൾ അലീനയുള്ള വീട്ടുകാരോട് അദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാലചന്ദ്രൻ്റെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശരണ്യയോടും ബാലചന്ദ്രനോടും അദ്ദേഹത്തിന് എന്തെന്നില്ലാത്തൊരു ദേഷ്യമുണ്ട്. ശരണ്യയോടുള്ള ദേഷ്യം പിന്നീട് രോഹിത്തിനെ രക്ഷിക്കാനായി മൊഴി മാറ്റി പറഞ്ഞതിലായിരുന്നു. രോഹിത്തിനെ കൊടുക്കാനായി വീണ്ടും വീണ്ടും അലീനയെ കൊണ്ട് കേസ് കൊടുപ്പിക്കാനുള്ള അയാളുടെ ഉദ്ദേശം നടക്കാത്തതാണ് അലീനയോടുള്ള ദേഷ്യം. ബാലചന്ദ്രൻ ഒരിക്കൽ കൂടി പോലീസുകാരനോടായി ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ല അല്ലേ സർ? ഇല്ല, അത് പേര് പറയാൻ താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണെന്ന് മാത്രമാണ് പറഞ്ഞത്. വൈജ കുമ്പിട്ട തല നൂർത്താതെ ബാലചന്ദ്രന് മുമ്പിലായി നിൽക്കുകയാണ്. ബാലചന്ദ്രൻ വൈജയോടായിട്ട് ചോദിച്ചു. വൈജയ്, നിൻ്റെ ഫോണിൽ നിന്ന് എനിക്ക് തന്നേ. ബാലചന്ദ്രൻ്റെ ആ ചോദ്യം വൈജയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. വൈജ ബാലചന്ദ്രനോടായി ചോദിച്ചു. എൻ്റെ ഫോൺ നിങ്ങൾക്കെന്തിനാണ്? എൻ്റെ ഫോൺ പരിശോധിക്കാൻ മാത്രം നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണ് ബാലചന്ദ്ര ഉള്ളത്? ബന്ധം എന്താണെന്നൊക്കെ അധികം വൈകാതെ തന്നെ ഞാനിപ്പോൾ തന്നെ നിന്നെ അറിയിച്ചു തരാം. നീ ആ ഫോൺ ഇങ്ങ് തരാനാണ് പറഞ്ഞത്. വൈജ ഫോൺ കൊടുക്കാൻ സമ്മതിക്കാതെ നിൽക്കുന്നത് കണ്ട് ബാലചന്ദ്രൻ അവളിൽ നിന്നും ആ ഫോൺ കൈക്കലാക്കി. വൈജയ്ക്ക് ആ നിമിഷം തന്നെ മനസ്സിലായി തൻ്റെ കയ്യിൽ നിന്നും എല്ലാ കാര്യങ്ങളും കൈവിട്ടു പോയിരിക്കുന്നുവെന്ന്. എങ്കിലും വൈജ ഒരക്ഷരം പോലും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. ബാലചന്ദ്രൻ വൈജയുടെ ഫോൺ ഓണാക്കി. അതിൽ ലോക്കില്ലാത്തത് കൊണ്ട് തന്നെ ബാലചന്ദ്രൻ കോൾ ലിസ്റ്റാണ് ആദ്യം തന്നെ എടുത്തത്. ബാലചന്ദ്രൻ കോൾ ലിസ്റ്റ് പരിശോധിച്ചു. വൈജ അവസാനമായി വിളിച്ചിരിക്കുന്ന കോള് SIയുടേത് തന്നെയാണ്. ബാലചന്ദ്രൻ SIയുടെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ചിരിച്ചു. ഉടനെ തന്നെ ബാലചന്ദ്രൻ അദ്ദേഹത്തോട് ചോദിച്ചു. ഇൻഫർമേഷൻ വന്നത് ഇവിടെ നിന്ന് തന്നെയാണ് അല്ലേ സാർ? സാറിൻ്റെ ഫോണിൽ ആരാണ് വിളിച്ചതെന്നറിയാനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാതെ പോയി. സാരില്ല, വിളിച്ച ആളെ ഞാൻ തന്നെ കണ്ടെത്തി തരാം. ഈ നിൽക്കുന്ന ആൾ തന്നെയാണ് സാറിനെ വിളിച്ചത്. ബാലചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട് SIക്ക് എന്ത് പറയണമെന്നറിയാതെയായി. അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടാതെ ബാലചന്ദ്രൻ്റെ മുഖത്തേക്കായി നോക്കി നിന്നു. ബാലചന്ദ്രൻ ഉടൻ തന്നെ വൈജയോട് ചോദിച്ചു. ഇന്ന് രാവിലെ ഇവിടെ വന്നത് ആരാണെന്നാണ് നീ പറഞ്ഞത്? അത് നിങ്ങൾ എന്തിനാണ് ഈ പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ എന്നെ ചോദ്യം ചെയ്യുന്നത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? ബാലചന്ദ്രൻ വീണ്ടും പറഞ്ഞു. ഞാനാണ് ഇപ്പോൾ നിന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അത് എൻ്റെ കടമയാണ്. നിൻ്റെ ഭർത്താവ് എന്ന നിലയ്ക്കുള്ള കടമയോ അവകാശമോ എടുത്തതല്ല. ഈ നിൽക്കുന്ന പെൺകുട്ടി തീർത്തും നിരപരാധിയാണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ കുടുക്കിയതാണെന്നും ആരാണ് കുടുക്കിയതെന്നും എനിക്കറിയാവുന്നത് കൊണ്ട് തന്നെ അവൾക്ക് ഇവിടെ നിന്നും അവളുടെ കോളേജിലേക്ക് പോകാൻ സമയം ആയിക്കൊണ്ടിരിക്കുകയുമാണ്. പോലീസുകാർ വന്ന് വെറുതെ അങ്ങ് അവളെയും കൊണ്ടുപോകാൻ ഈ ബാലചന്ദ്രൻ ജീവിച്ചിരിക്കുമ്പോൾ നടക്കില്ലല്ലോ. കാരണം എൻ്റെ മകനെ വിശ്വസിച്ച് കൂടെ വന്നതാണ് അവൾ. അതേ മകൻ്റെ ഒപ്പം തന്നെ അവളെ തിരിച്ച് ഉത്തരവാദിത്വത്തോടു കൂടി പറഞ്ഞയക്കേണ്ട ചുമതലയും ഈ ബാലചന്ദ്രനുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും കളിക്കാൻ നിൽക്കാതെ നീ ഇനി പറയാനുള്ളത് ഇങ്ങ് പറഞ്ഞാൽ മതി. ഞാൻ എന്ത് പറയണമെന്നാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എനിക്കൊന്നും പറയാനില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കണോ കാര്യങ്ങളൊക്കെ? അതെങ്ങനെ നടപ്പിലാകും ബാലചന്ദ്രൻ? നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി. എൻ്റെ കാര്യത്തിലൊന്നും ആവശ്യമില്ലാതെ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ബാലചന്ദ്രൻ വൈജയോടായി പറഞ്ഞു. വൈജയ്, ഇവിടെ CCTV ക്യാമറയൊക്കെ ഉള്ളതാണ്.
അതുകൊണ്ട് തന്നെ ഇവിടെ വന്നതാരാണെന്നും നിനക്ക് എന്താണ് തന്നതെന്ന് അറിയാനൊന്നും നിന്നെ ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉടനെ തന്നെ ബാലചന്ദ്രൻ രോഹിത്തിന് നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, രോഹിത്തെ, ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്താരോ വരികയും അവൾ അയാളിൽ നിന്നും എന്തോ വാങ്ങി അകത്തേക്ക് പോകുന്നതും പെട്ടെന്ന് കണ്ടിരുന്നു. അതൊന്ന് പെട്ടെന്ന് ചെക്ക് ചെയ്തെടുത്തേ എന്ന് പറയുകയാണ്. രോഹിത്ത് പറഞ്ഞ പോലെ തന്നെ ക്യാമറയിൽ പരിശോധിക്കുന്നുണ്ട്. ആ വിഷ്വൽസ് മാത്രം രോഹിത്ത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കൊണ്ടുവന്ന് ബാലചന്ദ്രനെയും SIയെയും കാണിക്കുകയാണ്. SI ഇത് നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ബാലചന്ദ്രൻ അത് മേടിച്ചു നോക്കി. വൈജയോടായി ചോദിച്ചു, ഇതെന്താണ് വൈജയ്? ഈ ബാഗിനകത്ത് എന്തായിരുന്നു? വൈജ ഒന്നും മിണ്ടിയില്ല. വീണ്ടും ബാലചന്ദ്രൻ ചോദിച്ചു. ബാലചന്ദ്രൻ്റെ ശബ്ദം കുറച്ചും കൂടി കാഠിന്യത്തോടു കൂടി തന്നെ വൈജയോട് ചോദിച്ചു, നീ ആരും കാണാതെ അകത്തേക്ക് കൊണ്ടുപോയ ആ ബാഗിനകത്ത് എന്തായിരുന്നുവെന്ന്. വൈജയ്ക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാതെ തന്നെ തരിച്ചു നിൽക്കുകയാണ്. ബാലചന്ദ്രൻ അരിശം കൊണ്ട് വൈജയെ അടിക്കാനായി കൈയോങ്ങി. വൈജ ഒരു നിമിഷം അരിശം പൂണ്ട് ബാലചന്ദ്രനെ നോക്കി. ബാലചന്ദ്രനോടായി അലറിക്കൊണ്ട് വൈജ പറഞ്ഞു, അതെ, സംശയിച്ചതെല്ലാം സത്യം തന്നെയാണ്. ഞാൻ തന്നെയാണ് അത് ചെയ്തത്. ഞാൻ അവനെ വിളിച്ചു വരുത്തി. ഇപ്പോൾ നിങ്ങളെനിക്ക് കാണിച്ചു തന്നില്ലേ ആ വീഡിയോ ക്ലിപ്പിലുള്ളത്? അവൻ എൻ്റെ ബാങ്കിലെ ഒരു ക്ലർക്കാണ്. അവന് കുറച്ച് പണം നൽകിയപ്പോൾ അവൻ എനിക്കത് വാങ്ങിക്കൊണ്ട് തന്നു. എൻ്റെ ഉദ്ദേശം ഇവളെ കുടുക്കുക തന്നെയായിരുന്നു. എൻ്റെ മകനെ ജയിലിൽ കടത്തിയവളല്ലേ. എൻ്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എല്ലാം കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞിരിക്കുന്നു. കുറേ ദിവസം എൻ്റെ മകൻ അനുഭവിച്ച ആ ജയിൽവാസം ഇവളും കൂടി ഒന്ന് അറിയണമെന്ന് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. ഇനി ഇവളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും എൻ്റെ വീടിൻ്റെ പടിയും ഇവൾ കടക്കാൻ പാടില്ല. എൻ്റെ മക്കളോടൊപ്പമുള്ള കൂട്ടുകെട്ടും അതും ഉണ്ടാവാൻ പാടില്ല. ബാലചന്ദ്രൻ SIയോടായി ചോദിച്ചു, ഇതിൽ കൂടുതൽ ഞാനിനി എന്തെങ്കിലും പറയണമെന്നുണ്ടോ സാർ? കേട്ടില്ലേ പറഞ്ഞത്? ഇനി സാറിന് ആരെയാണ് കൊണ്ടുപോകേണ്ടത്? വൈജ ബാലചന്ദ്രനോടായി പറഞ്ഞു. അതിന് എന്ത് തെളിവാണുള്ളത്? ഞാനാണ് അവളുടെ ബാഗിൽ വെച്ചതെന്നും അല്ലെങ്കിൽ ഞാനാണ് അത് വേടിപ്പിച്ചതെന്നുമൊക്കെ ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് വൈജയോടായി ചോദിച്ചു. ഓ, നിനക്കപ്പോൾ മണ്ടത്തരം കാണിക്കാൻ മാത്രമല്ല, മണ്ടത്തരവും ബുദ്ധിയില്ലായ്മയുമൊക്കെ പറയാനും അറിയാം അല്ലേ വൈജേ? ഈ പോലീസുകാരൊക്കെ നിൽക്കുന്ന സമയത്ത് തന്നെയല്ലേ ഇതെല്ലാം നീ ഇപ്പോൾ സമ്മതിച്ചു തന്നത്? പിന്നെ നിന്നോട് എന്തോ നിന്നെ സഹായിക്കണമെന്ന ഉദ്ദേശവുമായി വന്ന അതേ SI തന്നെ നിന്നെയും അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് പോകേണ്ട അവസ്ഥയിലായിപ്പോയി. എന്ത് ചെയ്യാനാ അല്ലേ വൈജേ? കുഴപ്പമില്ല, എന്നോട് SI പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു. അത് ആരാണ് വെച്ചതെന്ന് തെളിയിച്ചു തന്നാൽ അയാളുമായി ഇവിടെ നിന്ന് പോകാമെന്ന്. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ തെളിയിച്ചു തന്നല്ലോ. ഇനി ഇതിൽ കൂടുതൽ തെളിവും കൂടി ഒരല്പസമയത്തിനകം ഞാൻ നിനക്ക് തരാം. രോഹിത്ത് ഉടൻ തന്നെ വൈജയ്ക്ക് അത് കൊണ്ടുവന്നു കൊടുത്ത രമേശന് ഫോൺ ചെയ്തു. രമേശനുമായുള്ള സംഭാഷണം എല്ലാവരും കേൾക്കെ റെക്കോർഡ് ചെയ്യുകയും ലൗഡ് സ്പീക്കറിൽ ഓണാക്കിക്കൊണ്ട് തന്നെ രോഹിത്ത് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. രമേശൻ ചേട്ടാ, ചേട്ടനെ ഞങ്ങൾ ഈ കേസിൽ കൊടുക്കില്ല. പക്ഷേ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തതെന്ന് മാത്രം രമേശൻ ചേട്ടൻ പറയണം. അമ്മ ഇവിടെ ആകെ പെട്ട് കിടക്കുകയാണ്. രമേശൻ പേടിച്ചുകൊണ്ട് എല്ലാ സത്യവും പറയുകയാണ്. മാഡത്തിൻ്റെ കയ്യിൽ പണമൊന്നുമില്ലെന്നായിരുന്നു എന്നെ ആദ്യം വിളിച്ച് പറഞ്ഞത്. അതേ പ്രകാരം തന്നെ മാഡത്തിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ചെക്ക് ലീഫുമായി ബാങ്കിലേക്ക് പോയി ചെക്ക് ലീഫിലുള്ള പണം മാറി തിരിച്ച് വരാൻ നേരം മാഡം വീണ്ടും എന്നെ ഫോൺ ചെയ്തു. മാഡം എന്നോട് ഇത്രയും സാധനങ്ങൾ കൊണ്ടുതരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ രോഹിത്ത് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ഇതൊക്കെ വിൽക്കുന്നവരുമായിട്ട് പരിചയമുണ്ടെന്ന് അമ്മയ്ക്ക് അറിഞ്ഞത്? അയ്യോ കുഞ്ഞെ, അങ്ങനെയുള്ള വിൽക്കുന്നവരുമായിട്ട് എനിക്ക് പരിചയമുണ്ടെന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ അമ്മ രമേശൻ ചേട്ടനോട് തന്നെ പറയാനുണ്ടായ കാരണം എന്താണ്? അത് കുഞ്ഞെ, എന്നോട് എന്താവശ്യപ്പെട്ടാലും അത് ഞാൻ നടത്തി കൊടുക്കാറുണ്ട്.
അപ്പോൾ ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്ന് തരാമോ എന്ന് ചോദിച്ചു. ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അതൊട്ട് പറഞ്ഞതുമില്ല. മാഡത്തിനോട് തന്നെ ചോദിച്ചു നോക്കൂ. എന്നോടത് പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഇത്രയും സാധനങ്ങൾ സംഘടിപ്പിച്ച് കൊടുത്തതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എനിക്ക് 10,000 രൂപയും തന്നു. അതും ഞാൻ വാങ്ങിച്ചു. അത്ര മാത്രമാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ SI തട്ടിപ്പറിച്ചുകൊണ്ട് രമേശനോട് ചോദിക്കുന്നുണ്ട്. ഓ, അപ്പോൾ അഡ്രസ്സ് എനിക്ക് ഉടനെ തന്നെ അയച്ചോ. ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് എത്തിയേക്കാം. ഇതൊക്കെ വാങ്ങുന്നതും വിൽക്കുന്നതുമൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്കറിയില്ല അല്ലേ? കൂടെ ജോലി ചെയ്യുന്ന മേഡം വിളിച്ചപ്പോഴേക്കും അതും അന്വേഷിച്ചു പോയിരിക്കുന്നു. കൊള്ളാടോ, താനൊക്കെ ഈ സമൂഹത്തിനുണ്ടാക്കുന്ന ഓരോരോ വഴികൾ. രമേശൻ വൈജയോടായി ചോദിച്ചു. മാഡം, എനിക്കിനി ഇതിലൊന്നും പറയാനില്ല. മാഡത്തിൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇതാരാണ് ഇവിടെ വെച്ചതെന്നും അല്ലെങ്കിൽ ഇത് ആരാണ് ഇവിടെ എത്തിച്ചതെന്നുമൊക്കെ അറിഞ്ഞാൽ അവരെ മാത്രമേ ഞാനിവിടെ നിന്ന് കൊണ്ടുപോകത്തുള്ളൂ എന്ന്. അതിപ്പോൾ തെളിവ് സഹിതം അവരെല്ലാം എന്നിലേക്ക് അറിയിച്ചു തന്നിരിക്കുകയാണ്. എനിക്കപ്പോൾ മാഡത്തിനെ അറസ്റ്റ് ചെയ്യാതെ ഒരു നിവൃത്തിയുമില്ല. വൈജയ്ക്ക് എന്ത് പറയണമെന്ന് പോലും അറിയാതെ വൈജ ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. വൈജ അയാളോടായി ചോദിക്കുന്നുണ്ട്. ഞാനിത് ഉപയോഗിച്ചിട്ടൊന്നുമില്ലല്ലോ. എൻ്റെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു. ഇവളുടെ ബാഗിൽ കുറച്ച് പണം വെക്കണം. ആ പണം ഇവൾ എന്നിൽ നിന്നും മോഷ്ടിച്ചു കൊണ്ടുപോയെന്ന് വരുത്തി തീർക്കണം. ഇവളെ അവിടെ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യണം. ഇവരെല്ലാവരും ഇവളെ വെറുക്കണം. പിന്നീട് ഒരിക്കലും ഇവരാരും വിളിച്ചാൽ ഇവളിവിടേക്ക് വരാൻ പോലും പാടില്ലായിരുന്നു. ഇത്ര മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നീടാണ് എനിക്ക് തോന്നിയത്, ഇവൾ പഠിക്കുന്നതൊക്കെ ബാംഗ്ലൂരാണല്ലോ. ഇങ്ങനെയൊക്കെ ഒരു ഉപയോഗം ഇവളിലുണ്ടെന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഇവളിൽ നിന്നും പിന്മാറുമെന്ന്. പക്ഷേ ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. വൈജ കൈകൂപ്പിക്കൊണ്ട് SIയോട് പറയുന്നുണ്ട്. എന്നെ കൊണ്ടുപോകരുത് സാർ. ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ട് ഈ കേസ് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് എൻ്റെ വക്കീലുമായിട്ട് ആലോചിക്കാം. അപ്പോൾ SI പറയുകയാണ്, എനിക്ക് ഇതിൽ മറ്റൊന്നും പറയാനില്ല മാഡം. മാഡത്തിനെ കൊണ്ടുപോവുക തന്നെയാണ് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. തുടർന്നുള്ള എപ്പിസോഡുമായി ഉടൻ തന്നെ ഈ ചാനലിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുതേ. ശുഭരാത്രി.